ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. ഗീതാജ്ഞാന യജ്ഞത്തിലേക്ക് ഏവരെയും സഹർഷം സ്വാഗതം ചെയ്യുന്നു. ഭഗവത്ഗീത അതിൻ്റെ അവസാന ഭാഗങ്ങളിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. അതിമനോഹരമായിട്ടുള്ള ഒരു ശ്ലോകമാണ് 18-ാം അധ്യായത്തിലെ 61-ാമത്തെ ശ്ലോകം. ഈശ്വര സർവഭൂതാനാം ഹൃദ്ദേശേ അർജുന തിഷ്ഠതി ഭ്രാമയൻ സർവഭൂതാനി യന്ത്രാരൂഢാനി മായയാ. അർജുന, ഈശ്വരനെ തിരയേണ്ടത് ഏതെങ്കിലും ആരാധനാലയത്തിലോ ആശ്രമങ്ങളിലോ ഏതെങ്കിലും ഗുഹയ്ക്കുള്ളിലോ ഒന്നുമല്ല. ഞാൻ സ്ഥിതി ചെയ്യുന്നത് ഹൃദ്ദേശേ, ഓരോന്നിൻ്റെയും സർവഭൂതാന, അതിൽ യാതൊരു ഏറ്റക്കുറച്ചിലുമില്ല. ബ്രാഹ്മണനെന്നോ ക്ഷത്രിയനെന്നോ വൈശ്യനെന്നോ ശൂദ്രനെന്നോ ബ്രഹ്മചാരിയെന്നോ ഗാർഹസ്ഥ്യനെന്നോ വാനപ്രസ്ഥനെന്നോ സന്യാസിയെന്നോ ഒരു ജാതി, നീതി, കുലം, ഗോത്രം, നാമം, രൂപം ഇതൊന്നും തന്നെ അതിന് ഏതെങ്കിലും തരത്തിലുള്ള അനുകൂല പ്രതികൂലമായിട്ടുള്ള ഘടകങ്ങളായി മാറുന്നില്ല. എല്ലാറ്റിലും ഞാൻ സർവഭൂതാനാം ഹൃദ്ദേശേ തിഷ്ഠതി. മാത്രമല്ല, സർവഭൂതങ്ങളും എന്താണ്? യന്ത്രാരൂഢാനി, ഒരു സ്വയമേവ ചലിക്കാൻ ശേഷിയില്ലാത്ത പാവകളെ മറ്റൊന്ന് ചലിപ്പിക്കുന്നു. വിദ്യുച്ഛക്തിയാകാം, അല്ലെങ്കിൽ മറ്റാരുടെങ്കിലും വേറെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു പിറകിൽ പ്രേരണയാകാം. യന്ത്രപ്പാവകണക്കെ ഈ വിശ്വം കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഞാനാണ് അതിൻ്റെ പിറകിലെ തത്വം എന്ന് പറയാം. അതുകൊണ്ട് നീ എന്താ വേണ്ടത്? നീ അതിൽ ശരണാഗതനാകൂ. തമേവ ശരണം ഗച്ഛ സർവഭാവേന ഭാരത തത്പ്രസാദാത് പരാം ശാന്തിം സ്ഥാനം പ്രാപ്സ്യസി ശാശ്വതം. നീ ശരണാഗതനാകുന്നുവെങ്കിൽ നിന്നിൽ ഇരിക്കുന്ന ഒരു ചൈതന്യമുണ്ട്, നിന്നെ നീയാക്കി നിലനിർത്തുന്നത്. ധ്രുവൻ സാക്ഷാത്കരിക്കുന്നത് ആ സത്യത്തെയാണ്. ധ്രുവൻ എന്നല്ല ആരും. എന്താവും പറയുന്നത്? യോന്ത പ്രവിശ്യ മമ വാചമിമാം പ്രസുപ്താം സഞ്ജീവയത്യഖില ശക്തി ധരസ്വധാംന അന്യാംശ്ച ഹസ്തചരണ ശ്രവണത്വഗാദീൻ പ്രാണാൻ നമോ ഭഗവതേ പുരുഷായ തുഭ്യം. എന്തുകൊണ്ടാണ് എനിക്ക് എൻ്റെ കണ്ണുകൾ, എൻ്റെ കൈകാലുകൾ ഇതൊക്കെ പ്രവർത്തിക്കാനുള്ള ഊർജം എവിടെ നിന്നാണ്? എങ്ങനെയാണ് എൻ്റെ പ്രാണൻ പ്രവർത്തിക്കുന്നത്? ക്ഷമിക്കണം, ഞാൻ മാത്രമല്ല, ഈ വിശ്വത്തിലെ എല്ലാം തന്നെ ഒന്നൊഴിയാതെ അതെല്ലാം പ്രവർത്തിക്കുന്നു. എവിടെ നിന്ന്? ആ ഭഗവാന് എൻ്റെ നമസ്കാരം. പ്രാണാൻ നമോ ഭഗവതേ പുരുഷായ തുഭ്യം. ആ പുരുഷനായിക്കൊണ്ട്, പുരുഷൻ എന്ന് പറഞ്ഞാൽ ലിംഗവാചിയായിട്ടല്ല, പുരത്തിൽ ശയിക്കുന്നവൻ, സർവപുരങ്ങളിലും ശയിക്കുന്നവൻ. ഇതിൽ തടസ്സങ്ങളായിട്ട് നിൽക്കുന്നത് എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ തന്നെ തീർത്തിരിക്കുന്ന ഈ കലണ്ടറിൽ കാണുന്ന രൂപങ്ങളും ക്ഷേത്രങ്ങളിൽ കാണുന്ന രൂപങ്ങളും ഒക്കെയാണ്. അതാണ് നമ്മളെ ഇതിൽ തടയുന്നത്. അതുകൊണ്ടാണ് നേതി എന്ന് പറഞ്ഞത്. ഇതല്ല. ഏത് രൂപം ഗീതയിൽ പറഞ്ഞു കഴിഞ്ഞാലും ഉടനെ തന്നെ ആ രൂപത്തെ അവിടെ നിഷേധിച്ചുകൊണ്ട് തന്നെയാണ് പറയുക. അപ്പോൾ 15-ാം അധ്യായത്തിൽ ഭഗവാൻ ഒരു തലകീഴായ ആൽവൃക്ഷത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ഉടനെ അർജുനോട് പറയുന്നത് എന്താ? അങ്ങനെ ഒരു വൃക്ഷമൊന്നും നിനക്കിവിടെ തിരഞ്ഞാൽ കിട്ടില്ല. നരൂപമസ്യേഹ തതോപലഭ്യത അസ്യ രൂപ ന ലഭ്യതേ. അങ്ങനെ ഒരു രൂപം ഇവിടെ കിട്ടില്ല എന്ന് പറയാം. ഒരു കൽപ്പനയാണ്. അപ്പം അതിനപ്പുറത്തേക്ക് നമുക്ക് നീങ്ങാൻ സാധിക്കുന്നുണ്ടോ, അതിനുള്ള കരുത്തുണ്ടോ, അതിന് നമ്മൾ തയ്യാറാണോ എന്നുള്ളതാണ്. അതുകൊണ്ട് നമ്മൾ ശരണാഗതരാകേണ്ടത് നമ്മുടെ അതിനോടാണ്. അതുകൊണ്ടാണ് രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാലുള്ള പ്രാർത്ഥനയിൽ പ്രാതസ്മരണം എന്ന് പറയുന്നത് അതിനോടാണ്. എന്താ പറയുന്നത്? പ്രാതസ്മരാമി ഹൃദി സംസ്ഫുരദാത്മതത്വം സച്ചിത് സുഖം പരമഹംസഗതിം തുരീയം.
യത് സ്വപ്നജാഗര സുഷുപ്തമവൈതി നിത്യം തദ്ബ്രഹ്മ നിഷ്കളമഹം നജഭൂതസംകഃ. പ്രഭാതത്തിൽ ഞാൻ സ്മരിക്കുന്നത് എവിടെയെങ്കിലും ഉള്ള ഗുരുവായൂരപ്പനെയാണോ? അല്ല. ഈ ഇടയ്ക്കിടയ്ക്ക് എന്തിനാണ് സ്വാമി ഇങ്ങനെ ഗുരുവായൂരപ്പൻ ഗുരുവായൂരപ്പൻ എന്ന് പറയുന്നത് എന്നാണ്. കാരണം നമ്മളതിൽ അങ്ങനെ കെട്ടിയിട്ടിരിക്കുകയാണ്. ആ ഗുരുവായൂർ അമ്പലത്തിലും ആ പരിസരത്തുമാണ് ഈ സാധനം ഇരിക്കുന്നത് എന്നുള്ളൊരു ധാരണയാണ്. അതുകൊണ്ട് നിങ്ങളെ അതിൽ നിന്നൊന്ന് മോചിപ്പിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് പറയുന്നതാണ്. വേറെ ഗുരുവായൂരിനോടോ ഗുരുവായൂർ അമ്പലത്തിനോടോ ഒന്നും നമുക്ക് പ്രത്യേക ദേഷ്യമോ കാര്യങ്ങളൊന്നുമില്ല. നല്ല സ്ഥലമാണ്. ഓ, ഇവിടെ തന്നെ നോക്കൂ. പ്രാതസ്മരാമി, ഞാനിതാ പ്രഭാതത്തിൽ സ്മരിക്കുന്നു. എന്തിനാണ് സ്മരിക്കുന്നത്? ഹൃദി സംസ്ഫുരതാത്മതത്വം. ഹൃദയത്തിൽ ഹൃദയേശേ തിഷ്ഠതി അർജുന എന്ന് പറഞ്ഞല്ലോ. ആ ഹൃദയത്തിൽ സദാ സ്ഫുരിക്കുന്ന ആത്മതത്വം. അതെന്താണ്? സച്ചിത് സുഖം പരമഹംസഗതിം തുരീയം. അത് ജാഗ്രത് സ്വപ്ന സുഷുപ്തികൾക്കപ്പുറത്തുള്ള നാലാമത്തെ തുരീയം എന്ന് പറയുന്ന അവസ്ഥയാണ്. യസ്മിന്നിദം ജഗദശേഷമശേഷമൂർത്തൗ രജ്വാംബുജംഗമ ഇവ പ്രതിഭാസിതം വൈ. അതിമനോഹരമായിട്ടാണ് എന്താ പറയുക, സ്മരണം സ്മരിക്കുന്നു, നമിക്കുന്നു, ഇങ്ങനെ തുടങ്ങി പോകുന്നത് ഒക്കെ അവിടെ എന്താണ്? ഹൃദയത്തിൽ സദാ സ്ഫുരിക്കുന്ന അതിനെ നമുക്ക് അതിൽ നിന്ന് വിട്ടിട്ടാണ് എന്താണ് നമ്മുടെ ചിന്ത മുഴുവൻ. പറഞ്ഞിട്ടില്ലേ മുമ്പൊരു കഥ, ഹൃദയേശേ തിഷ്ഠതി. ഒന്നുകൂടെ കേട്ടാൽ നല്ലതാണ്. ഭഗവാൻ ഒത്തുകൂടി എല്ലാവരുമായിട്ട്. ഭഗവാൻ വിഷമത്തിലാണ്. എന്താ ഭഗവാന്റെ വിഷമം? എനിക്ക് ഇരിക്കാനൊരു സ്ഥലമില്ല. കാരണം ഇവന്മാർ ഞാൻ എവിടെ ഇരുന്നാലും അവിടെ എത്തും, പരാതിയും പരിഭവവും പറഞ്ഞിട്ട്. അതുകൊണ്ട് ഇവരുടെ ഇടയിൽ നിന്ന് ഇവർ കാണാത്തൊരിടത്ത് ഇരിക്കാൻ പറ്റണമെന്നാണ്. അവരങ്ങനെ സഭ ഒത്തുകൂടി ഓരോരുത്തരും ഓരോരോ ഐഡിയ പറഞ്ഞു കൊടുത്തു എന്നാണ്. കടലിൻ്റെ അടിത്തട്ടിൽ പോകാം, ശരിയാവില്ല, അവർ വരുന്നാണ് പറഞ്ഞു. ഏതെങ്കിലുമൊക്കെ സ്ഥലങ്ങളിൽ ഒന്നും ഒരു ഐഡിയ ശരിയാവാതിരിക്കുമ്പോഴാണ് നാരദൻ്റെ വരവ്. നാരായണ നാരായണ. നാരദരെ കണ്ടപ്പോൾ ഭഗവാൻ ഒരു സമാധാനമായി. എന്താണ് നാരദരെ വിശേഷം? സുഖം, എല്ലായിടത്തും അങ്ങയുടെ ആളുകൾ സന്തോഷമായിട്ടിരിക്കുന്നു. ഓ, എന്താ ഇവിടെ ഒരു പതിവില്ലാത്ത ആൾക്കൂട്ടം? ഭഗവാൻ കാര്യം പറഞ്ഞു. എന്തെങ്കിലും പ്രതിവിധി ഉണ്ടോ നാരദരെ അങ്ങയുടെ മനസ്സിൽ? നാരദർ പറഞ്ഞു, ഉണ്ട്. ഞാൻ അങ്ങയുടെ നാട്ടിൽ നിന്നാണ് വരുന്നത്. അതെവിടെയാ? ഗോഡ്സ് ഓൺ കൺട്രി, അങ്ങയുടെ സ്വന്തം നാട്. പറയൂ, അവിടെ എന്താ വിശേഷം? അവിടെ ഞാനൊരു ഗൃഹസന്ദർശനം നടത്തി, രഹസ്യമായി. അവിടെ കണ്ട ഒരു കാഴ്ച ഞാൻ അങ്ങയോട് പറയാം, അങ്ങേക്കത് ഉപകാരപ്പെടും. പറയൂ. ഭഗവാൻ ഭയങ്കര താല്പര്യം പറഞ്ഞു. ഒരമ്മൂമ്മ, പാവം, അവർക്ക് കിട്ടുന്ന 1-2 രൂപ കോയൻ, 25 പൈസ 50 പൈസ ഇങ്ങനെയൊക്കെയുള്ള കോയിൻസ് അവരോരോ അളുക്കിലൊക്കെ ഇട്ട് വയ്ക്കും. പപ്പടം, കടുക്, ജീരകം ഇതിൻ്റെ ഉള്ളിലൊക്കെയാണ് ഇട്ട് വയ്ക്കുന്നത്. അവിടെ ഒരു കൊച്ചുമകനുണ്ട്. ഇവൻ ബിരുദനാണ്. ഈ അമ്മൂമ്മ എവിടെ വെച്ചാലും, അരിയുടെ ഉള്ളിൽ വെച്ചാലും എവിടെ വെച്ചാലും ഇവൻ കണ്ടെടുക്കും. അന്നേരം അവൻ്റേതായിട്ടുള്ള ആവശ്യങ്ങൾക്ക് അവൻ മിഠായി മേടിക്കാനൊക്കെ ആയിട്ട് തീർക്കും. അപ്പോൾ ഈ അമ്മൂമ്മ ഇങ്ങനെ ആലോചിക്കാൻ തുടങ്ങി, ഈശ്വര, ഞാനിത് എവിടെ വയ്ക്കും? ഭഗവാനെ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അങ്ങേ അവർ പ്രാർത്ഥിച്ചു, ഞാനിത് എവിടെ വയ്ക്കും? ഇവൻ കാണാത്തൊരിടം ഈ വീട്ടിൽ ഇല്ലല്ലോ. പുറത്തു കൊണ്ടുപോയി കുഴിച്ചിടുക എന്നൊക്കെ പറഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ അവർക്ക് പെട്ടെന്നൊരു വെളിപാട് വന്നു.
അവരങ്ങനെ ഉണ്ടിരിക്കുമ്പം അവർക്കൊരു വിളി വന്നു എന്നാണ്. അപ്പോൾ ഭഗവാൻ ചോദിച്ചു, അവർ നായരായിരുന്നു? അതെ. അങ്ങനെ ഉണ്ടിരിക്കണ നായർക്ക് വിളി വന്നു എന്നാണല്ലോ. അങ്ങനെ അവർക്കൊരു വെളിപാട് വന്നു. അവരൊരു സ്ഥലത്ത് വെച്ചു. അവിടുന്ന് അവരുടെ കാശ് പോവില്ല. ഭഗവാൻ വലിയ ഉത്സാഹമായി. അതെവിടെയാണ്? ഇവൻ്റെ ശ്രദ്ധ പതിയാത്തൊരിടം. നാരദർ പറഞ്ഞു, അവൻ്റെ കണക്ക് പുസ്തകത്തിൻ്റെ ഇടയിലാണ് ഇവർ കാശ് കൊണ്ടുവയ്ക്കുക. ഇവരത് തുറന്നു നോക്കാറേ ഇല്ല. ഭഗവാൻ ഈ കഥ ഇഷ്ടമായി. അങ്ങനെ ഭഗവാൻ എന്ത് ചെയ്തു? നമ്മുടെ ഉള്ളിലേക്ക് തന്നെ ഹൃദയാന്തർഭാഗത്തേക്ക് കയറി അവിടെ ഇരുന്നു. അവിടെ നോക്കാതെ നമ്മൾ ഈ പറഞ്ഞ് ആ നടയൊന്ന് തുറന്നിട്ടൊന്ന് കാണാൻ വേണ്ടിയിട്ട് തിക്കും തിരക്കും 2 മണിക്കൊക്കെ വാകച്ചാർത്തിനൊക്കെ പോയി തിക്കി തിരക്കി ബഹളം ഉണ്ടാക്കി. അതിൻ്റെ ഇടയിൽ മാല പോയി, ആരോ ചവിട്ടി. മൂപ്പരെ കാണാൻ. എന്നിട്ടും അവിടെ പോയി നിന്ന് നോക്കുമ്പോൾ നമ്മൾ കണ്ണടയ്ക്കുന്നത് എവിടെ കാണാനാണ്? ഹൃദ്ദേശേ അർജുന തിഷ്ഠതി എന്ന് പറഞ്ഞില്ല. അർജുന, ഞാൻ ഇരിക്കുന്ന അവിടെയാണ്. അപ്പോൾ അവിടെ ഉണ്ടോ എന്ന് നോക്കാൻ വേണ്ടി നമ്മളെ കൊണ്ട് കണ്ണടപ്പിക്കുകയാണ് ഭഗവാൻ. അടയ്ക്കട കണ്ണെന്ന് പറഞ്ഞിട്ട്. പക്ഷെ എന്നിട്ടും നമ്മൾ വേഗം കണ്ണ് തുറക്കുക. ആ പുറത്ത് കാണുന്ന പ്രതിഷ്ഠ മറ്റൊരു പ്രതിഷ്ഠയായിട്ട് തൻ്റെ ഉള്ളിലുണ്ടോ എന്നുള്ളതാണ്. രണ്ടും തമ്മിൽ സാമ്യപ്പെടുന്നുണ്ടോ? അപ്പോഴേക്കും അവിടുന്ന് ആളുകൾ മാറുക എന്ന് പറയും. തൊഴുതൊരു മാറുക കൊണ്ടൊക്കെ ഒരു ശല്യം എന്ന് പറയും. ഇതവിടെ എവിടെയെങ്കിലും ഗുരുവായൂർ തന്നെ പോകണമെന്നില്ല, ഏതോരത്തിരുന്നിട്ടും അതിനെ സാക്ഷാത്കരിക്കാം. തമേവ ശരണം ഗച്ഛ, തം ഏവ, അതിനെ മാത്രം, അതിനെ തന്നെ, സർവഭാവേന, എല്ലാ പ്രകാരത്തിലും, തത്പ്രസാദാത്, അതിൻ്റെ അനുഗ്രഹം കൊണ്ട്. ഇതാണ് ആത്മശാന്തി. സ്ഥാനം പ്രാപ്സ്യസി ശാശ്വതം, ശാശ്വതം സ്ഥാനം പ്രാപ്സ്യസി, ശാശ്വതമായ സ്ഥാനം നമ്മൾ പ്രാപിക്കും. ഇതുവരെയാണ് നമ്മൾ ചർച്ച ചെയ്തത്. ഇവിടുന്ന് ഭഗവാൻ അതിഗംഭീരമായ ഒരു സ്വാതന്ത്ര്യത്തിൻ്റെ പ്രഖ്യാപനം അർജുനനോട് നടത്തുന്നു. എന്താ പറയുന്നത്? 63-ാമത്തെ ശ്ലോകം. ഇതി തേ ജ്ഞാനമാഖ്യാതം ഗുഹ്യാത് ഗുഹ്യതരം മയാ വിമർശ്യേതദശേഷേണ യഥേച്ഛസി തഥാ കുരു. ഇതാണ് ഈ ആധ്യാത്മികത നൽകുന്ന സ്വാതന്ത്ര്യം, അല്ലെങ്കിൽ മതം നൽകേണ്ടുന്ന സ്വാതന്ത്ര്യം. വളരെ വളരെ പരമപ്രധാനമായിട്ടുള്ളതാണ്. എന്താണ് ഈ സ്വാതന്ത്ര്യം? ഇതില്ലാതെ പോകുമ്പോൾ സംഘർഷങ്ങളുണ്ടാവും. എവിടെയാണ് ഈ സ്വാതന്ത്ര്യം ഹനിക്കപ്പെടുന്നത്? ഏതാണ് ഈ സ്വാതന്ത്ര്യം? വിമർശനത്തിനുള്ള സ്വാതന്ത്ര്യം. വിമർശനത്തിനുള്ള സ്വാതന്ത്ര്യം എവിടെയൊക്കെ തടയപ്പെടുന്നുവോ അവിടെയെല്ലാം കലാപങ്ങളുണ്ടാവും. നമുക്ക് നമ്മുടെ ചരിത്രം, ഇന്ത്യ രാജ്യത്തിൻ്റെ ചരിത്രം പരിശോധിച്ചാൽ മതി, ലോക ചരിത്രം പരിശോധിച്ചാൽ മതി. അഭിപ്രായം പറയാൻ, വിമർശിക്കാനുള്ള സ്വാതന്ത്ര്യം തടയുന്നിടത്ത് എന്തുണ്ടാവുന്നു? വലിയ വലിയ കലാപങ്ങളുണ്ടാവുന്നു. ഇവിടെ വിമർശനത്തിന് ആഹ്വാനം ചെയ്യുന്നു ഭഗവാൻ. ഇതിതേ ജ്ഞാനമാഖ്യാതം ഗുഹ്യാത് ഗുഹ്യതരം മയ വിമർശേത് യത് അശേഷേണ യഥാ ഇച്ഛസി തഥാ കുരു. ഇത് ഗുഹ്യാത് ഗുഹ്യതരം ജ്ഞാനം. ഇതെന്താണ്? രഹസ്യത്തേക്കാൾ രഹസ്യമാർന്നതാണ്. കാരണം ഈ ഈശ്വരൻ എവിടെയായിരിക്കണത് എന്നുള്ളത് തന്നെ ഒരു രഹസ്യമാണ്. ഇതെന്തുകൊണ്ടാണ് ഇങ്ങനെ രഹസ്യമായിരിക്കണത്? പരസ്യമായിട്ട് പറഞ്ഞിട്ട് ഇപ്പോഴും ആളുകൾ അന്വേഷിക്കുന്നില്ല എന്നുള്ളത് തന്നെ അതിൻ്റെ രഹസ്യം. വേറെന്ത് രഹസ്യം? ഇങ്ങനെ വളരെ വൃത്തിയും വെടിപ്പോടുകൂടി പറഞ്ഞിട്ടും ആളുകൾ അന്വേഷിക്കുന്നത് പുറത്താണ് എന്നുള്ളതാണ് ഇതിൻ്റെ രഹസ്യം, പരമരഹസ്യം.
അതുകൊണ്ടാണ് ഭഗവാൻ മുമ്പ് പറഞ്ഞത് മനുഷ്യാണാം സഹസ്രേഷു കശ്ചിത് യതതി സിദ്ധയേ യതതാമപി സിദ്ധാനാം കശ്ചിന്മാം വേത്തി തത്വതഃ എന്ന് പറഞ്ഞതിൻ്റെ താല്പര്യം ഇതാണ്. അപ്പോൾ ഗുഹ്യാത് ഗുഹ്യതരം ജ്ഞാനം, രഹസ്യത്തെക്കാൾ രഹസ്യമാർന്ന ഈ ജ്ഞാനത്തെ മയാ ആഖ്യാതം, എന്നാൽ പറയപ്പെട്ടു. ഏതത് അശേഷേണ, ഇതിനെ പൂർണ്ണമായി വിമർശ്യ, വിമർശനത്തിന് വിധേയമാക്കി. യഥാ ഇച്ഛസി, എന്താണോ നിനക്ക് തോന്നുന്നത്, തഥാ കുരു, നീ അത് ചെയ്യൂ. ഇതാണ് സ്വാതന്ത്ര്യം. പക്ഷേ ഈ സ്വാതന്ത്ര്യത്തിൽ നിനക്ക് തോന്നുന്നത് നീ ചെയ്യൂ എന്നുള്ളതാണോ? അല്ല, വിമർശനത്തിന് വിധേയമാക്കാൻ. അത് സത്യസന്ധമായിരിക്കണം. അല്ല വെറുതെ ഇപ്പോഴത്തെ ഈ ആധുനിക കാലത്തെ വിമർശനങ്ങളുണ്ടല്ലോ, വെറുതെ ഇങ്ങനെ വിമർശിക്കാന്നുള്ളൂ. ഈ ചാനൽ ചർച്ചയിൽ കാണാം. എന്തെങ്കിലും വിമർശിച്ചുകൊണ്ടിരിക്കുക, അതല്ല കാമ്പുള്ള വിമർശനം. എന്നിട്ടോ നമ്മളോടാ പറയുന്നത്, ആ സ്വാതന്ത്ര്യം നമുക്ക് തന്നിരിക്കുക. യഥാ ഇച്ഛസി, എന്താണോ നമുക്ക് തോന്നുന്നത്, തഥാ ഗുരു, അത് ചെയ്യും. ഇവിടെയാണ് ശ്രവണം, മനനം, നിധിധ്യാസനം. കേൾക്കുക, കേട്ടതിനെ മനനം ചെയ്യുക. ആ മനനം ചെയ്യലാണ് വിമർശനം ഉള്ളിൽ. എന്നിട്ടോ അതിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വരുന്നതിനെ കരചരണങ്ങളിലൂടെ ലോകത്തിലേക്ക് പ്രവഹിക്കട്ടെ. ആ സ്വാതന്ത്ര്യം ഗീത ഇവിടെ അനുവദിക്കുന്നു. മതങ്ങളിൽ വിമർശനങ്ങൾ ന്യായമായതാണ്, നമുക്ക് ചോദ്യം ചെയ്യാം. അതിന് ഉത്തരം നൽകാൻ മതം പഠിച്ചവർ ബാധ്യസ്ഥരുമാണ്. ചോദിക്കരുത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ ശരിയാവും സാറേ? ചോദ്യങ്ങളുണ്ടാവും, സ്വാഭാവികമായിട്ടുണ്ട്. ചോദ്യം ചെയ്യലാണ് ഇവിടെ ഏറ്റവും പരമപ്രധാനമായിട്ടുള്ളത്. അതുകൊണ്ട് സനാതനധർമ്മം ചോദ്യോത്തര രൂപേണയാണ് ഘടിപ്പിച്ചു വെച്ചിരിക്കുന്നത്. അത് ആരോട് ചോദിച്ചു എന്ന് ചോദിച്ചാൽ ആരാണ് ആരോടാ ചോദിക്കാത്തതെന്ന് ചോദിച്ചാൽ മതി. ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ചോദ്യോത്തരമുണ്ട്, വലിയ ഫിലോസഫിയാണ്. ശിഖിത്വജനും ചൂടാലയും, വാസിഷ്ഠം, യോഗവാസിഷ്ഠത്തിൽ ഒരു ഗംഭീര പ്രകരണമാണ് ശിഖിത്വജോപാഖ്യാനം. ഭാര്യയും ഭർത്താവുമാണ്. ഭാര്യ ഭർത്താവിനെ പഠിപ്പിച്ചു കൊടുക്കണം. അമ്മയും മകനും, കപിലനും ദേവഹൂതിയും, ജ്യേഷ്ഠനും അനുജനും, രാമനും ലക്ഷ്മണനും, ഭർത്താവും ഭാര്യയും, ഭാര്യയും ഭർത്താവുണ്ട്, ഭർത്താവും ഭാര്യയുണ്ട്, യാജ്ഞവൽക്യനും മൈത്രേയിയും, ബൃഹദാരണ്യകം, അച്ഛനും മകനും, നമ്മൾ പഠിക്കാൻ പോകുന്ന ചാന്തോക്യം. ചാന്തോക്യം അടുത്ത തത്വമസിയാണ് ഗീതയുടെ ഇതെന്ന് പറഞ്ഞുവല്ലോ. ചാന്തോക്യത്തിൽ നമ്മുടെ ഒരു കമൻട്രി ഉണ്ട്. ഇത് 100 രൂപയാണ് ഇതിൻ്റെ വില. ഇതിൻ്റെ നമ്മൾ കൊറിയർ അയക്കുന്ന പരിപാടി നിർത്തി. കാരണം കൊറിയർ വെറുതെ അവിടെ ഇവിടെയൊക്കെ കൊണ്ടുവച്ച് ആളുകളെ വിളിക്കുക. കൊച്ചിയിലുള്ളവനെ കൊയിലാണ്ടിയിൽ നിന്ന് വിളിക്കുക, കൊച്ചി ഓഫീസിലുണ്ട് വന്നെടുത്തോളാൻ. ആ പരിപാടി വേണ്ടാന്ന് വെച്ചു. അതുകൊണ്ട് ബൈ പോസ്റ്റായിട്ട്, തപാലായിട്ട് നമ്മൾ അയക്കാൻ തീരുമാനിച്ചിരിക്കുക. ഇന്ത്യൻ പോസ്റ്റ് വഴി, അതായിരിക്കും ഏറ്റവും നല്ലത്. ഇതാണ് നമ്മൾ അടുത്തത് എടുക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഇതിൻ്റെ 100 രൂപയാണ് ഇതിൻ്റെ വില. എന്തായാലും ഒരു 100 രൂപ പോസ്റ്റൽ ചാർജ് വരും. അപ്പോൾ ഒരു 200 രൂപ നിങ്ങൾ അയക്കുക. ഞാൻ കൂടിയാലും കുഴപ്പമൊന്നുമില്ല, ദക്ഷിണയായിട്ട് നമ്മൾ വെച്ചോളാം. അല്ലാതെ നിങ്ങൾ ഗീത കഴിയാൻ പോവുക, തീർച്ചയായിട്ടും ദക്ഷിണ തരണം. പലരും ചോദിക്കുന്നുണ്ട്. ഡിസ്ക്രിപ്ഷനിൽ ഗൂഗിൾ പേ നമ്പർ ഉണ്ട്, അതുപോലെ ഫോൺ പേ നമ്പറും രണ്ടും ഉണ്ട്. അതിലും ഇതിൻ്റെ കാശ് അയക്കാവുന്നതാണ്. അതിലാണ് അയക്കേണ്ടത്. നിങ്ങൾക്ക് അയച്ചു തരാം. എല്ലാവരും ഒരു ഓർഡർ ഒരു സെറ്റായി കഴിഞ്ഞാൽ നമ്മൾ ഒറ്റയടിക്ക് അങ്ങോട്ട് അയക്കും. ഇവിടുന്ന് പോസ്റ്റ് ഓഫീസ് കുറച്ച് ദൂരമുണ്ട്, അവിടെ പോയി അയക്കുക എന്നുള്ളതുകൊണ്ട്. പറഞ്ഞു വന്നത് തത്വമസി, അച്ഛനും മകനും തമ്മിലുള്ളതാണ്. ഉദ്ദാലകനും ശ്വേതകേതു, ഭാര്യയും ഭർത്താവും. ഈ പറഞ്ഞ എല്ലാ പുരാണങ്ങളുടെയും ഇതിൻ്റെ ഏറ്റവും
ഒരു ഭാര്യയും ഭർത്താവുമാണ് ഇതിൻ്റെയൊക്കെ മുഴുവൻ സ്ഥിരാകേന്ദ്രം. ആരാണത്? ശിവനും പാർവതിയും. ഇങ്ങനെ ഇതാണ് ഭാരതീയ തത്വശാസ്ത്രത്തിൻ്റെ ഘടനാവിശേഷം. അല്ലാതെ ഒരു സ്വാമിയാർ കുറച്ച് ശിഷ്യന്മാരല്ല, വളരെ കുറവാണ്. വലിയ വലിയ തത്വചിന്ത മുഴുവൻ അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ള ഇത്തരം ബന്ധങ്ങളിലാണ്. അപ്പം നമ്മുടെ വീടുകളിലൊക്കെ ഇത്തരം ചിന്തകളും ചർച്ചകളും നടക്കണം. ഈ വൃത്തികെട്ട ചർച്ചകളൊക്കെ ഒഴിവാക്കി കുറച്ച് കാമ്പുള്ള എന്തെങ്കിലുമൊക്കെ പറയും. നമ്മൾ വീട്ടിലിരുന്ന് ഇത്തരം കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ ഈ ആധ്യാത്മികത എന്ന് പറഞ്ഞ് കണ്ട ആശ്രമത്തിൻ്റെ കാര്യം, അവിടുത്തെ കാര്യം, ഈ സ്വാമി ആ സ്വാമി എന്ന് പറഞ്ഞിട്ടുള്ള മണ്ടത്തരങ്ങളല്ല. നമുക്ക് ആകെ അറിയുന്നത് അതാണ്. സത്സംഗം എന്ന് പറഞ്ഞിട്ട് നടത്തുന്ന ദുസ്സംഗം, അവരെക്കുറിച്ച് ഇവരെക്കുറിച്ച് അതല്ല. നിങ്ങളൊരു സബ്ജക്റ്റ് എടുക്കൂ. ദേഷ്യം പ്രശ്നമാണല്ലോ വീട്ടിൽ. നമുക്ക് എങ്ങനെയൊക്കെ ദേഷ്യത്തെ നിയന്ത്രിക്കാം? അച്ഛൻ പറയാം, എനിക്ക് ദേഷ്യം വരാറുണ്ട്, അല്ലേ മക്കളെ? അതെ. അപ്പോൾ ദേഷ്യം എന്നുള്ളതായിക്കോട്ടെ നമ്മുടെ സബ്ജക്റ്റ്. എന്താണ്? സ്പിരിച്വാലിറ്റി അല്ലേ? അതേലോ. അതായത് സ്പിരിച്വാലിറ്റി എന്ന് പറഞ്ഞാൽ ഇതിൽ നിന്ന് അന്യമായി വേറെ എന്തെങ്കിലും ആണോ? നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഗീത കേട്ടിട്ട്, ഇത്രയും കേട്ടിട്ട് നമ്മുടെ ഡേ ടു ഡേ ലൈഫിലെ കാര്യങ്ങളാണ് ഇതിൽ പറയുന്നത്. നമ്മൾ അനുവർത്തിക്കേണ്ട മൂല്യങ്ങളോ? അതായത് സീരിയലിൽ കണ്ട വൃത്തികെട്ട കാര്യങ്ങൾ, അതിൻ്റെ ഭാവിയും അതും ഇതുമൊക്കെ ആലോചിച്ചിട്ട് എന്ത് കാര്യം? അപ്പം നമ്മുടെ വീടുകളിൽ ഇത്തരം വളരെ കാമ്പുള്ള ആഴമുള്ള ചർച്ചകൾ നടക്കട്ടെ. നല്ല പുസ്തകങ്ങളെക്കുറിച്ചുള്ള ചർച്ചകൾ നടക്കട്ടെ. ആഴ്ചയിൽ ഒരു ദിവസം ചിന്മയാംശയിലുള്ളപ്പോൾ നമുക്കൊരു പ്രോജക്റ്റ് ഉണ്ടായിരുന്നു, ഗർഗർ ഗീത എന്ന് പറഞ്ഞിട്ട്, വീടുകൾ തോറും ഗീത. അപ്പോൾ നിങ്ങൾക്ക് യൂട്യൂബിൽ ഇത് 1ാമത്തെ എപ്പിസോഡ് മുതൽ എടുത്ത് കണ്ടുകൂടെ? ഒരു സൗകര്യമില്ലേ? പലരും ചോദിക്കും, ഇതൊക്കെ ഞങ്ങൾ പഠിക്കാൻ എന്താ ചെയ്യുക? നമുക്ക് ഗീത പഠിക്കണം എന്നുണ്ട്, ആദ്യം മുതൽ പഠിക്കണം എന്നുണ്ട്, അങ്ങനെയാണ്. വേറും പൊട്ടത്തരം പറയല്ല. അവസരങ്ങളുണ്ട്, ഉപയോഗിക്കുന്നുണ്ടോ? അതാണ് പ്രധാനം. മനസ്സിലാവുന്ന ഭാഷയിൽ എന്നാണ് നമുക്ക് തോന്നുന്നത്. നിങ്ങൾക്ക് സംശയം ചോദിക്കാനൊക്കെ ഉള്ള അവസരമുണ്ട്. അതുകൊണ്ട് വിമർശനത്തെ പോസിറ്റീവായിട്ട് വേണം കാണാൻ. അല്ലാത്തതുണ്ട്, അതിൻ്റെ സമീപത്തേക്കേ പോകണ്ട. അതാ ആളെ നോക്കിയാൽ മനസ്സിലാവും ഇവരെന്ത് വിമർശനമാണ് നടത്തുന്നത് എന്നുള്ളത്. ഒരു കാമ്പും ഉള്ളതല്ല. യഥാ ഇച്ഛസി തഥാ കുരു. ആ ഒരു സ്വാതന്ത്ര്യം ഭഗവാൻ ഇവിടെ അർജുനന് നൽകുന്നു. തുടർന്ന് 64ാമത്തെ ശ്ലോകം കൊണ്ട് പറയുന്നു, സർവഗുഹ്യതമം ഭൂയഃ ശൃണു മേ പരമം വചഃ ഇഷ്ടോസി മേ ദൃഢമിതി തതോ വക്ഷ്യാമി തേ ഹിതം. മോനെ അർജുന, നീ എനിക്ക് പ്രിയപ്പെട്ടവനാണ്, നമ്മളോടാണ്. അതുകൊണ്ട് സർവഗുഹ്യതമം ഭൂയഃ ശൃണുമേ പരമം വചഃ. എന്താണ് സർവഗുഹ്യതമം? സകല രഹസ്യത്തേക്കാൾ രഹസ്യമാർന്നതൊക്കെ എൻ്റെ പരമവചഃ, എൻ്റെ ഏറ്റവും ഉത്കൃഷ്ടമായ ഉത്തമമായ ഉദാത്തമായ വാക്കിനെ ഭൂയശൃണു, ഇതാ നീ വീണ്ടും കേട്ടാൽ. അർജുനന് ഭഗവാന് പറഞ്ഞു കൊടുത്തിട്ടും മതിയാവുന്നില്ല. നമുക്ക് അത്രയും സ്നേഹമുള്ളവരോട് നമ്മൾ അങ്ങനെയാണല്ലോ, ഓരോ കാര്യം വീണ്ടും 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 പറയും. അങ്ങനെ പറയുന്നു, ശൃണു കേട്ടാലും, മേ ദൃഢം ഇഷ്ടഃ അസി, നീ ഉണ്ടല്ലോ എനിക്ക് പ്രിയപ്പെട്ടവനാ. നമുക്ക് ഭഗവാൻ ഏറ്റവും പ്രിയപ്പെട്ടവരാണ് നമ്മൾ. മനുഷ്യനാണ് സൃഷ്ടിയിൽ കേമൻ എന്ന് പറയുന്ന ഇവൻ്റെ ഈ പൊട്ടത്തരങ്ങളെ ഓർത്തിട്ടല്ല. കാരണം ഇവൻ എല്ലാറ്റിനെയും അനുഗ്രഹിക്കാനും ഇവന് വകതിരിവ് നൽകി ഭഗവാൻ. പക്ഷേ ഈ വകതിരിവ് ഇവൻ ഉപയോഗിക്കുന്നത് ഓരോരോ ഏടാകൂടങ്ങൾക്കാണല്ലോ എന്ന് ആലോചിക്കുമ്പോൾ ഭഗവാൻ പോലും കരയുകയാണ്. നീ എൻ്റെ ഇഷ്ടപ്പെട്ടവനാണ്,
ഐ ലവ് യു ഭഗവാൻ അർജുന എന്നാണ് ഇവിടെ പറഞ്ഞത്. ഇഷ്ടഹ അസി, നിന്നോട് എനിക്ക് വളരെ ഇഷ്ടമുണ്ട്. അതുകൊണ്ട് തതഹ തേ ഹിതം വക്ഷ്യാം, നിനക്ക് ഹിതകരമായതിനെ, നിനക്ക് ആത്യന്തികമായ ശ്രേയസ് ഉണ്ടാകുന്നതിനെ കുറിച്ച് ഞാൻ നിനക്ക് പറഞ്ഞു തരാം. എന്താ ഭഗവാൻ പറയാൻ പോണത്? ഇതാ കേൾക്കൂ. 65-ാമത്തെ ശ്ലോകത്തിൽ മന്മനാ ഭവ മദ്ഭക്തഃ മദ്യാജീ മാം നമസ്കുരു മാമേ വൈഷ്യസി സത്യം തേ പ്രതിജാനേ പ്രിയോസി മേ. വീണ്ടും ഭഗവാൻ ഭയങ്കര ഇമോഷണലാണ് ഇപ്പോൾ ഈ ഒരു അവസാന ഭാഗത്തേക്ക് അടുക്കുമ്പോൾ. മന്മന ഭവ മദ്ഭക്തഃ മദ്യാജി മാം നമസ്കുരു മാം ഏവ ഏഷ്യസി തേ സത്യം തേ പ്രതിജാനേ പ്രിയഃ അസി മേ. മന്മന, നിന്റെ മനസ്സ് എന്നിലായിരിക്കട്ടെ. ഏത് ഞാൻ എന്ന് വീണ്ടും വീണ്ടും നമ്മൾ ശങ്കരൻ തെങ്ങിൻ്റെ മുകളിലേക്ക് പോകരുതേ. ഹൃദയാന്തർഭാഗത്തിരിക്കുന്ന ഭഗവാൻ, അതിൽ കൂടിയിട്ട് ഉള്ള ഒരു ഭഗവാൻ വേറെ എവിടെയെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. അത് തുല്യ അളവിലാണ് ഇരിക്കുന്നത്. അത് ഇലക്ട്രിസിറ്റി പോലെ. അത് ഹരിജൻ കോളനി വഴി കയറി ഇപ്പുറത്തേക്ക് വന്നതുകൊണ്ട്, നായർ കോളനിയിലേക്ക്, NSS കോളനിയിലേക്ക് വന്നതുകൊണ്ട് NSSകാർ നാളെ ഇതൊക്കെ പറയും, അത്രയും വഷളന്മാരായി തുടങ്ങിയിരിക്കുക നാട്ടിൽ ആളുകൾ. ആ കോളനി കയറി ഇറങ്ങിയ കറണ്ട് ഞങ്ങൾക്ക് പറ്റില്ല, അത് ഞങ്ങൾ തൊടൂല, ഇത് അങ്ങനെയുള്ള ന്യായം പറഞ്ഞാൽ നടക്കുമോ? ആ ന്യായം എത്രമാത്രം അവിവേകവും അല്പത്തരവുമാണ്. അത്തരം ന്യായങ്ങളാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ. വേറെ കാര്യം. അപ്പം ഇത് തുല്യമാണ്. ഇത് ശങ്കരനോട് ചണ്ടാളൻ ചോദിച്ചതുപോലെയാണ്. കിം ഗംഗാംബുനി ബിംബിതേംബരമണോ ചണ്ടാള വീതീപയ. കാഞ്ചനഗഡി മൃത്കുംഭയോർവാംബരെ. ഗംഗാജലത്തിൽ പ്രതിബിംബിക്കുന്ന സൂര്യൻ, ഏറ്റവും ഉദാത്തവും പരിശുദ്ധവും പരിപാവനവും എന്ന് കരുതുന്ന ഗംഗയിലെ പ്രതിബിംബമായ സൂര്യൻ്റെ പ്രതിബിംബം, ചണ്ടാളൻ്റെ വീട്ടിലെ അഴുക്കുചാലിലെ സൂര്യൻ്റെ പ്രതിബിംബം. കോഭേദ, എന്ത് ഭേദം? ഒന്ന് ഉത്കൃഷ്ടം, ഒന്ന് നികൃഷ്ടം എന്ന് പറയാൻ പറ്റുമോ? കാഞ്ചനഗഡി മൃത്കുംഭയോഹോ വാംബരെ. സ്വർണത്തിൻ്റെ കുടത്തിനകത്തിരിക്കുന്ന സ്പേസും മൺകുടത്തിനകത്തിരിക്കുന്ന സ്പേസിനും എന്ത് വ്യത്യാസമാണ്? തത്വചിന്തയിൽ വലിയൊരു ചിന്ത മുന്നോട്ട് വയ്ക്കുമ്പോൾ ശങ്കരൻ്റെ മനീഷാ പഞ്ചകത്തിന് മൂപ്പരുടെ കൃതി തന്നെയാണ് അതിനുള്ള ആമുഖം ചോദിക്കുന്നതാണ്. അപ്പോൾ ഇവിടെ എന്താണ്? സർവഹൃദയങ്ങളിലും സർവത്തിൻ്റെയും കേന്ദ്രമായി നിൽക്കുന്ന ആ സത്യത്തിന് ഏതെങ്കിലും തരത്തിലുള്ള ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ലേ ഇല്ല. അതുകൊണ്ട് അതിൽ മനസ്സുറപ്പിക്കുന്നവനാകൂ. ആ സംസ്കാരത്തിൽ നിന്നാണ് നമസ്തേ എന്നുണ്ടാവുന്നത്. തേ നമഃ എന്ന് പറഞ്ഞാൽ ആ ബോധസ്വരൂപന് അത് തന്നെയാണ് എന്നെയും. നമ്മൾ തമ്മിൽ അതിൽ വ്യത്യാസമില്ല, ഒരേറ്റക്കുറച്ചിലും ഇല്ല എന്നുള്ളതാണ്. അതുകൊണ്ട് മന്മന, എന്നിൽ മനസ്സുറപ്പിക്കുന്നവനായി തീരൂ ഭവ. മദ്ഭക്തഃ, നീ എൻ്റെ ഭക്തനാവൂ. മദ്യാജി, എനിക്ക് വേണ്ടി യജ്ഞം ചെയ്യുന്നവനാകൂ. ഇതെല്ലാം തന്നിൽ നിന്ന് അന്യമായതിലേക്ക് പോയ ഇതിൻ്റെ അർത്ഥവും താല്പര്യവും ഒക്കെ പോയി. ഇത് രഹസ്യങ്ങളുടെ രഹസ്യം എന്ന് പറഞ്ഞിട്ടാണ് ഭഗവാൻ പറയുന്നത്. മാം നമസ്കുരു, അഷ്ടാവക്രഗീതയിലെ ജനകൻ്റെ നമസ്കാരം. നമോ മഹ്യം നമോ മഹ്യം നമോ മഹ്യം നമോ നമ. ഞാൻ എന്നെ നമസ്കരിക്കുന്നു, എന്നെ നമസ്കരിക്കുന്നു. എപ്പോൾ ഇങ്ങോട്ട് വെളിപാടുണ്ടായപ്പോൾ. അതുവരെ ഞാൻ പുറത്ത് ഓരോരുത്തർ നമസ്കരിച്ചിരുന്നു, മറ്റുള്ളവരൊക്കെ വന്ന് എന്നെ നമസ്കരിച്ചിരുന്നു. നിങ്ങൾ നിങ്ങളെ നമസ്കരിക്കുന്ന ഒരു നമുക്കങ്ങനെ ഒരു വിധിയുണ്ട്. സന്യാസിമാരെയൊക്കെ മറ്റുള്ളവർ നമസ്കരിക്കും.
അപ്പോൾ നമ്മൾ നമ്മളെ തന്നെ നമസ്കരിക്കണം എന്നാണ്. കാരണം എന്താന്ന് പറഞ്ഞാൽ അതിൻ്റെ അത് നമ്മൾ ഏറ്റെടുക്കുക എന്നുള്ളത് നമുക്കുള്ളതല്ല അത് എന്ന് നമ്മൾ ഓർമ്മിപ്പിച്ച് വയ്ക്കുക, അത്രയേ ഉള്ളൂ. ഈ നമസ്കാരമൊന്നും നമുക്ക് പേഴ്സണലായിട്ടുള്ളതല്ല. അത് ഓർമ്മയില്ലാതെയാണ് ഒരുത്തൻ ഈ നമസ്കാരം ഏറ്റുവാങ്ങുന്നതെങ്കിലോ ഈ ദക്ഷൻ ശിവൻ നിന്ദയുടെ താല്പര്യം അതായിരുന്നു. നമുക്കങ്ങനെയുണ്ട്. ഇപ്പോൾ ഒരു പൊസിഷൻ ഹോൾഡ് ചെയ്യുന്ന ആളുകൾ, മുഖ്യമന്ത്രി, ഗവർണർ, മന്ത്രി, പല പൊസിഷനാണത്, ജഡ്ജ്, നമ്മൾ അതിനെ റെസ്പെക്റ്റ് ചെയ്യുന്ന ആ വിദ്വാനെയാണോ? അല്ല. പക്ഷേ ഈ വിദ്വാൻ തെറ്റിദ്ധരിക്കുകയാണെങ്കിലോ? അതാ പ്രശ്നം. പല വിദ്വാന്മാർക്കും ഇതിപ്പോഴും ഈ എന്താ പറയുക, ഓളം വന്നിട്ടില്ല. ഈ ജനം തെരഞ്ഞെടുത്ത് അവസാനം മന്ത്രിയായി കഴിഞ്ഞാൽ ഈ വിദ്വാൻ കരുതുക ഇയാളെന്തോ വലിയ സംഭവമാണ്. ഒന്നുമില്ല സാറേ, ഇതേ ജനം തന്നെ തീരുമാനിക്കും എവിടെ ഇരിക്കണം എന്ന് നാളെ. അപ്പോൾ അതിലെപ്പോഴും സറണ്ടറായി കഴിഞ്ഞാൽ, അത് ഈഗോയിൽ സറണ്ടർ ചെയ്യാനല്ല പറഞ്ഞത്, അഹമെന്ന ബോധത്തിൽ, അഹങ്കാരത്തിൻ്റെ കൂപ്പുകുത്തലാണ് അഹംബോധത്തിലേക്ക്, അവിടെയാണ് സറണ്ടർ ഉണ്ടാവുന്നത്. ആ സറണ്ടറിനെയാണ്, അതിലേക്കാണ് ഭഗവാൻ അർജുനൻ്റെ ശ്രദ്ധയെ ക്ഷണിക്കുന്നത്. മാം നമസ്കുരു മാം ഏവ ഏഷ്യസി, ഇങ്ങനെയാണെങ്കിലോ നീ എന്നെ പ്രാപിക്കും. സത്യം പ്രതിജാനേ, ഞാനിതാ സത്യം ചെയ്യുന്നു, പ്രതിജ്ഞ ചെയ്യുന്നു. നീ എനിക്ക് മേ പ്രിയ അസി, നീ എനിക്ക് പ്രിയപ്പെട്ടവനാണ് അർജുന, നീ ഏറ്റവും പ്രിയപ്പെട്ടവനാണ് എന്ന് പറയാം. അടുത്ത ഒരു ഗംഭീര ശ്ലോകമുണ്ട്. അതിൻ്റെ എന്താ പറയുക, നമ്മുടെ മട്ടന്നൂരിൻ്റെ ഇരട്ടത്തായമ്പക പോലത്തെ ഒരു ശ്ലോകം. നമുക്ക് നാളെ കാണാം. ഓം പൂർണ്ണമദഃ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം. ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം.